ഹലോ. അപ്പം നമ്മൾ 14th ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. 14th ചാപ്റ്ററിൻ്റെ പേരാണ് ഭർക്ക ഓർ മേഘ. ഏക് ബാർ കി ബാത് ഹെ. അപ്പോൾ പണ്ടൊരിക്കലും നടന്ന ഒരു കഥയാണ്. ദോ സഹേലിയാം ധീ. രണ്ട് കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. ഏക് മുർഗി ഓർ ഏക് ബതഖ്. അപ്പോൾ രണ്ട് കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഒരു മുർഗി, മുർഗി എന്ന് പറഞ്ഞാൽ കോഴി. ഏക് ബത്തഖ്, ബത്തഖ് എന്ന് പറഞ്ഞാൽ താറാവ്. കണ്ടില്ലേ, ഒരു കോഴി ഉണ്ടായിരുന്നു, ഒരു താറാവും ഉണ്ടായിരുന്നു. മുർഗി കാ നാം ഥാ മേഘ. കോഴിയുടെ പേരാണ് മേഘ. ബതഖ് കാ നാം ഥാ ബർഖ. ആരൊക്കെയാണത്? അതെ, ഈ കോഴിയും ഈ താറാവുമാണ് അല്ലേ. ഉൻകെ തീൻ തീൻ ബച്ചേ ഥേ. അവർ മാത്രമല്ല, അവരുടെ കൂടെ ആരൊക്കെയാണുള്ളത്? തീൻ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ കോഴിക്കും 3 കുട്ടികളുണ്ട്, നമ്മുടെ താറാവിനും 3 കുട്ടികളുണ്ട്. സബ് മേല ദേഖ്നെ ദൂസരെ ഗാവ് ജാ രഹേ ഥേ. എല്ലാവരും കൂടി മേള കാണാൻ വേണ്ടി വേറൊരു ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. രാസ്തേ മേ നദി ആ ഗയി. വഴിയിൽ ഒരു നദി വന്നു. മേഘ നെ കഹാ. അപ്പോൾ കോഴി ചോദിച്ചു, കോഴി പറഞ്ഞു, ഹം നദി കേസെ പാർ കരേംഗെ, ഹം തോ ഡൂബ് ജായേംഗെ. നമ്മൾ എങ്ങനെ ഈ നദി കടക്കും? നമ്മൾ അതിൽ മുങ്ങിപ്പോവില്ലേ? ഡൂബ് ജായേംഗെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോവാം. ഭർഗാനെ കഹാ. അപ്പോൾ താറാവ് പറഞ്ഞു, ഹം സബ് തേർക്കർ നദി പാർ കർ ലേംഗെ. നമ്മളെല്ലാവരും നീന്തി നദിയുടെ അപ്പുറം കടക്കും എന്ന് പറഞ്ഞു. മേഘാനെ പൂച്ച. അപ്പോൾ മേധ ചോദിച്ചു, വോ കേസെ? അതെങ്ങനെ? भरका ने सबको पास बुलाया और अपनी जुगत बताई. കോഴികൾക്ക് നീന്താൻ അറിയില്ല അല്ലേ? അതുകൊണ്ടാണ് കോഴി ചോദിച്ചത് നമ്മൾ എങ്ങനെയാണ് ഈ പുഴ കടന്ന് പോവാന്ന്. അപ്പം താറാവ് എല്ലാവരെയും സബ്കോ അപ്നെ പാസ് ബുലായ, അതിൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഓർ അപ്നി ജുഗത് ബതായി. അതിനൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ എല്ലാവരോടും പറഞ്ഞു. സബ് ഖുഷി സെ ഉച്ചൽ പടേ. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹുറേ. വെസാബ് നദി പാർ കർഗേ. അവരെല്ലാവരും നദി നീന്തിക്കടന്നു. എങ്ങനെയാ? ഈ ചിത്രത്തിൽ കാണുന്നില്ലേ? എങ്ങനെയായിരിക്കും അവർ നദി നീന്തി കടന്നിട്ടുണ്ടാവുക? താറാവ് മിടുക്കന്മാരാണല്ലേ നീന്താൻ വേണ്ടി. ഓരോ താറാവിൻ്റെ മേലെയും ഒരു കോഴിയെ വെച്ചിട്ട് അവർ നീന്തി. സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാവരും നദി നീന്തിക്കടന്നു. എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേലിയേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ആൻസേഴ്സ് എപ്പോഴും പറയുന്നത് പോലെ ഡിസ്കസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ടീച്ചർ നിങ്ങൾക്ക് ബുക്കിൽ എഴുതി തരുന്ന ആൻസർ അതുപോലെ പഠിച്ച് എക്സാമിന് എഴുതുക കേട്ടോ. മേഘ और बरखा ने बच्चों के साथ नदी कैसे पार की. മേഘയും ബർക്കയും കുട്ടികളുടെ കൂടെ എങ്ങനെയാണ് നദി നീന്തിക്കടന്നത്? നിങ്ങൾ കണ്ടു അല്ലേ? ഓരോരുത്തരുടെ പുറകിലും ഓരോ താറാവിൻ്റെ മേലെയും ഒരു കോഴിയെ വെച്ചിട്ട് അവർ നീന്തി. മേഘ और बरखा के बच्चों ने मेले में क्या क्या किया होगा. അപ്പോൾ ഈ കോഴിയുടെയും താറാവിൻ്റെയും കുട്ടികൾ മേളയിൽ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും? അത് ആലോചിച്ച് നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. मेले से घर लौटने समय मेघा और बरखा के बच्चे आपस में क्या बातें कर रहे होंगे. മേലയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ബർഗയുടെയും മേധയുടെയും കുട്ടികൾ എന്തൊക്കെയായിരിക്കും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? അവിടെ കണ്ട സ്റ്റാളുകളെ പറ്റിയും അവിടെ കണ്ട കളിപ്പാട്ടങ്ങളെ പറ്റിയും അവിടെയുള്ള ആൾക്കാരെ പറ്റിയും ഒക്കെ ആയിരിക്കും അല്ലേ. മേല ആക്കെ ഘർ से कितनी दूर लगता है.
ആപ് വഹാം കേസെ പहुंचते हैं? അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു മേള ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫെയർ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അത് എത്ര ദൂരെ ആയിരിക്കും ഉണ്ടാവുക? നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെടാറ്? നിങ്ങൾ എങ്ങനെയാണ് മേളയ്ക്കൊക്കെ പോവാറ്? ചിലർ നടന്നു പോവും, ചിലർ അച്ഛൻ്റെയും അമ്മേൻ്റെയൊക്കെ കൂടെ സ്കൂട്ടറിൽ പോവും, ചിലർ കാറിൽ പോകും, അല്ലെങ്കിൽ ഓട്ടോയിൽ പോകും, ബസ്സിൽ പോകും, അല്ലേ? അപ്പം നിങ്ങൾ എങ്ങനെയാണ് പോവുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. नीचे दिए चित्र को देखिए और गिनकर बताइए कि मुर्गी और बतख के कितने कितने बच्चे हैं. അപ്പോൾ ഇവിടെ കോഴിയുടെയും താറാവിൻ്റെയും മക്കൾ എത്ര പേരുണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കണം. എത്ര പേരുണ്ട്? കോഴിക്കുട്ടികൾ 1 2 3. അപ്പം 3 ചിക്സ് ഉണ്ടല്ലേ. ഇനി താറാവിൻ്റെ കുട്ടികളോ? 1 2 3. അപ്പം താറാവിൻ്റെയും കോഴിയുടെയും മക്കൾ 3 കുട്ടികളാണ്. അപ്പം ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. എല്ലാവരും നന്നായി വായിച്ചു നോക്കണം. അപ്പം അടുത്ത ചാപ്റ്ററുമായിട്ട് വരുന്നവരെ ബായ്.